ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ മെക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. ഇവിടുന്ന് ഞാൻ മെക്സിക്കോയിലേക്ക് പോവാണ്. ബോർഡർ ക്രോസ് ചെയ്തിട്ട് അമേരിക്കയിൽ നിന്നും ബൈ റോഡ് ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് മെക്സിക്കോയിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എവിടെ ഞാൻ താമസിച്ചതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അവരുടെ വീട്ടിലെ ഓണേഴ്സിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായില്ല. ഇന്നലെ നൈറ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസ് അങ്ങനെ എടുത്തിട്ടുണ്ടായില്ല. ഹായ്, ഹലോ, നമസ്കാരം. വിശേഷം? ഓക്കെ. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ദുൽഖറും ജിനു ജോസഫും ഒക്കെ സംസാരിക്കുന്ന അത് ഇവരുടെ വീട്ടിലെ പൂളിലാട്ടോ. ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് അതുള്ളത്. അപ്പോൾ ഞാൻ ആളായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ മെസ്സേജൊക്കെ അയച്ച് സമയത്ത് ഇവരുടെ അടുത്ത് ഹായ് ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളി. എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഒരു മൂവിയിലുള്ള എന്താ പറയുക, ഷൂട്ട് ചെയ്ത ലൊക്കേഷനിൽ ആ വീട്ടിലൊക്കെ വന്ന് താമസിക്കാൻ ഭാഗ്യം നിങ്ങൾ ഒരുക്കി തന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ ഓക്കെ. ഇവര് നാട്ടില് പാലക്കാടാണ് കേട്ടോ. പാലക്കാട് എവിടെയായിരുന്നു? ഒലോക്കോട്. ഓക്കെ, പേര് പറഞ്ഞോളൂ. സിദ്ധാർത്ഥൻ. ഓക്കെ. കുസുമ. ഓക്കെ, അടിപൊളി പേരൊക്കെയാണ്. അപ്പോൾ എൻ്റെ സ്പെഷ്യൽ താങ്ക്സ് എൽജിനാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എൽജിനാണ് എന്നെ പരിചയപ്പെടുത്തി തന്ന അവരെല്ലാം. അപ്പോൾ ഇവരെന്തോ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്? ഞങ്ങള് ഇവിടെ മെക്കാലില് കുറച്ച് മലയാളികളെ ഉള്ളു. അതില് ഞാനൊക്കെ വന്നിട്ട് അധികം കൊല്ലങ്ങളായിട്ടില്ല. ഏറ്റവും ആദ്യം വന്നത് ഡോക്ടർ സിദ്ധാർത്ഥനുണ്ട്. ഓക്കെ, എത്ര വർഷമായി? 30 കൊല്ലമല്ലേ? ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൾക്കാരെ ആണ് അല്ലേ? അടിപൊളി. രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ് അല്ലേ? ഓക്കെ, അടിപൊളി അടിപൊളി. ഒരാള് റേഡിയോളജിസ്റ്റ് അല്ലേ? പിന്നെ എന്താ നിയോനാറ്റോളജിസ്റ്റ്. ഓക്കെ ഓക്കെ, അടിപൊളി. ഇവരുടെ വീടിന്റെ അവിടെ നോക്കി വലിയ കറിവേപ്പിലേന്റെ ഒരു മരമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നോക്ക് എന്തൊരു ഹൈറ്റിലാന്ന് കേട്ടോ. അത് ഞാൻ അടുത്തെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നോക്ക്, ഞാനിവിടെ ഇത്ര എൻ്റെ ഹൈറ്റ് ഇത്ര ഉള്ളൂ. ഓക്കെ, എന്തോരം വലുതാന്ന്. അടിപൊളി കേട്ടോ. അപ്പോൾ അതേ ഇവിടെ വാഴയുണ്ട്, കറിവേപ്പിലുണ്ട്. കറിവേപ്പിലേൻ്റെ ഒക്കെ ഭയങ്കര സ്മെല്ലാണ്. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ കറിവേപ്പിലേക്ക് ഭയങ്കര ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉണ്ടത് ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അവർക്ക് അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. നാരങ്ങയാന്ന് തോന്നുന്നു ഇത് കണ്ടിട്ട്. അങ്ങനെ അത്യാവശ്യം എല്ലാം ഉണ്ട്. ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു ട്രോപ്പിക്കൽ ഒരു റീജിയൻ, ആ ഒരു ക്ലൈമറ്റാണ്. കുറച്ചൊക്കെ വാമാണ്, ചൂടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തം ഗ്രീനായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല വെയിലുണ്ട്. നല്ല വെയിലും കുറച്ച് ചൂട് ക്ലൈമറ്റാണ് ഇവിടെ എല്ലാം. ഇനി അങ്ങോട്ട് മൊത്തം ചൂടിൻ്റെ ക്ലൈമറ്റിൻ്റെ ഒരു ചൂടും കൊടും ചൂടൊക്കെയാണ് ഇനി വരാൻ പോകുന്നുള്ള രാജ്യങ്ങളെല്ലാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഓക്കെ, വീണ്ടും കാണാം. ഓക്കെ, ഷുവർ. ബൈ ബൈ. ഓക്കെ, പോവല്ലേ? അപ്പോൾ നമ്മൾ നേരെ ബോർഡറിലേക്ക് പോവാണ് കേട്ടോ. കാരണം ഇപ്പം തന്നെ സമയം ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ്. അല്ല, 6 മണിയല്ല, 6 മണിയല്ല. എത്ര സമയമായി? ഇപ്പൊ 6:58. 7 മണിയായി, 59ആയി. ഇതേ കണ്ട. പക്ഷെ നല്ല വെയിലുണ്ട്. പക്ഷെ ഇപ്പൊ തന്നെ വെയിൽ പോവും. 8 മണി വരെ വെയിലുണ്ട്. കാരണം 7 മണിയായി ഇപ്പൊ. ഈ കാണുന്ന സ്നോബോൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് കണ്ടില്ലേ, അത് ആളുടെ ആണ് കേട്ടോ. നമ്മളെ എന്താ പറയാ, എൽജിന്റെ ആണ്. അതുപോലെ തന്നെ സെയിം പേരല്ലേ? അപ്പോ സ്നോബോൾ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള 12 ഷോപ്പ് ഇവിടെ എൽജിനുണ്ട് കേട്ടോ. മെക്കലിൽ തന്നെ അല്ലെ? മെക്കലിൽ തന്നെ അല്ലേ? ഓക്കെ ഓക്കെ, സൗത്ത് ടെക്സസ്. അതേ, നമ്മള് നേരെ ബോർഡറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൽജിനും എൻ്റെ കൂടെ ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ടല്ലേ? അല്ലേ? ക്രോസ് ചെയ്തിട്ട് അപ്പുറം വരെ പോകുന്നുണ്ട്. നമുക്ക് സ്കൈ ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇപ്പൊ സമയം നോക്ക് 7:15 പക്ഷെ നല്ല ലേറ്റ് ഉണ്ട്. ബോർഡർ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോവാണ്. അപ്പൊ നമുക്ക് എമിഗ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ മാത്രമാണ് എമിഗ്രേഷനൊക്കെ ഉള്ളൂ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ $1 ഒരാൾക്ക് കൊടുക്കണം. അപ്പോൾ ഞാനും എൽജിനും കൂടെ $2 കൊടുത്ത് നമ്മളത് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാൻ കേട്ടോ മെക്സിക്കോയിലേക്ക്. അമേരിക്കയിലും മെക്സിക്കോയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു റിവറാണ് റിയോ ഗ്രാൻഡെ റിവർ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ റിയോ ഗ്രാൻഡെ റിവറിന്റെ സൈഡിലുള്ള സ്ഥലങ്ങൾ റിയോ ഗ്രാൻഡെ വാലി എന്ന് പറയും. ഓക്കെ, ആ കാണുന്നത് മെക്സിക്കോ. റിയോ ഗ്രാൻഡെ എന്ന് വെച്ചാൽ? റിയോ ഗ്രാൻഡെ വെച്ചാല് റിയോ എന്ന് വെച്ചാൽ നദി, ഗ്രാൻഡെ എന്ന് വെച്ചാൽ വലിയ നദി. സ്പാനിഷ് അല്ലേ? സ്പാനിഷ്. ഓക്കെ, ഇനി അങ്ങോട്ട് മൊത്തം സ്പാനിഷ് ആണ് കേട്ടോ. നോ ഇംഗ്ലീഷ്, ഫുൾ സ്പാനിഷ്. അങ്ങനെ ഞാനിതാ മെക്സിക്കോയിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ് കേട്ടോ. അയ്യോ, ഭയങ്കര സന്തോഷം. ബൈ റോഡ് ഇങ്ങനെ പുതിയ രാജ്യങ്ങൾ പോകുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. എൻ്റെ അമ്മ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അനുഭവിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ. അമേരിക്കയിൽ നിന്ന് അപ്പോൾ ഞാൻ ബോർഡർ ക്രോസ് ചെയ്ത് മെക്സിക്കോയിൽ എത്തിയിട്ടുണ്ട്. ബാക്കി കാണുന്നതാണ് നമ്മുടെ മെക്സിക്കോയുടെ ഫ്ലാഗ് എല്ലാം. അപ്പോൾ ഇമിഗ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 7 ദിവസം ഫ്രീ ആയിട്ട് താമസിക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് 6 മാസം നമുക്ക് താമസിക്കാം കേട്ടോ. നമുക്ക് 10 വർഷത്തെ US വിസയാണ് എനിക്കുള്ളത്. 10 വർഷത്തെ US വിസ വെച്ചിട്ട് നമുക്ക് ഇവിടെ 6 മാസം വിസ ഉണ്ട്.
അതായത് എത്ര പേയ്മെന്റ് ആണ് ആ ഒരു ഇത് എടുക്കാൻ എനിക്ക് അറിയില്ല. 7 ദിവസം ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിപ്പോ എടുക്കണമെന്നില്ല. സോ നാളെയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ എനിക്ക് അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ പുള്ളിക്കാരി വീട്ടിലാണ് താമസിക്കുന്നത്. പുള്ളിക്കാരി ഓൾറെഡി ഇവിടെ എവിടെയോ നിൽക്കുന്നുണ്ട്, കാറ് പാർക്ക് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോട്ടെ. സോ അപ്പൊ ഇതാണ് എന്റെ ഫ്രണ്ട് അലഹാന്ദ്ര. ഹായ്, ഹൗ ആർ യു? ഇംഗ്ലീഷ് അധികം അറിയില്ല, മെക്സിക്കോ അറിയുള്ളൂ. ഞങ്ങളപ്പോ ഇനി ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിക്കണം. ഹോല, അയ്യോ മറന്നുപോയി ബാക്കി. കോമ എസ്താസ്? ഓക്കെ. അതായത് ഇവിടെ മൊത്തം ഇനി സ്പാനിഷ് ആണ്. അപ്പൊ അതുകൊണ്ട് ഭാഷയൊക്കെ അറിയാനും പറയാനൊക്കെ ഭയങ്കര പാടാ. ഓക്കെ, ഗ്രേസിയസ്. താങ്ക് യു എന്ന് വെച്ചാ ഗ്രേസിയസ് അല്ലേ? എനിക്കറിയില്ല, ഞാൻ ഇനി സ്പാനിഷ് പഠിക്കുമെന്ന് തോന്നുന്നു മൊത്തം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോട്ട്. അപ്പൊ ഇനിയും കാണാം എന്തായാലും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. ഓക്കെ, ഞാനപ്പോ എൽജിന്റെ അടുത്തെല്ലാം ബായ് പറഞ്ഞിട്ട് ഓക്കെ ബൈ. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഈ കാണുന്ന കാറൊക്കെ കിടക്കുന്ന എന്തിനാന്നറിയോ? ഇതൊക്കെ അമേരിക്കക്ക് കയറാനുള്ള ക്യൂ ആണ്. ക്യൂ ഒന്നും തീരുന്നില്ല, അതൊക്കെ ബ്ലോക്ക് ആയിട്ട് കിടക്കുക. കുറേ നേരമായിട്ടുണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോ വീഡിയോ തന്നെ എടുക്കുന്നത്. കണ്ടോ, അതെ ഇവിടെയാണ് അത് അവസാനിക്കുന്നത്. എത്രയോ നേരമായിട്ട് ഇങ്ങനെ കിടക്കുക. കൈ നോക്കി, നല്ല രസമുള്ള സ്കൈ, അടിപൊളി. നമ്മുടെ കോണാണ് കേട്ടോ ഇത്. ഇത് അവര് ബോയിൽ ചെയ്തേക്കാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. അതെ, അവര് ബോയിൽ ചെയ്തിട്ട് അവരെന്തോ ഒരു പൊടിയൊക്കെ ഇട്ടിട്ട്, പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ടോ. നല്ല കാറ്റ്. ഇത് ഇവിടെ അടുത്തൊരു പാർക്കും നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അതാണ് അവര് വിറ്റോണ്ടിരിക്കുന്നത്. റേനോസ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനുള്ളത്. അതായത് മെക്സിക്കോ എൻട്രി ചെയ്ത് ബോർഡറിലുള്ള സ്ഥലത്തിന്റെ പേര് റേനോസ എന്നാണ്. അത് ഇവിടെ ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു പാർക്കൊക്കെയാണ്. ഇവിടുത്തെ ആൾക്കാരൊക്കെയാണ് ഈ കാണുന്നത് ചുറ്റും. അപ്പോൾ വീടില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ പാർക്കിലൊക്കെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയൊക്കെയാണ് കേട്ടോ. ഈ ഏരിയയൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് നല്ല രസമുണ്ട് കാണാൻ. നോക്കി കണ്ടോ, നല്ല ക്ലീനും നീറ്റും ആണ്. മെക്സിക്കോയിലെ പ്രധാന ഭക്ഷണമാണ് കേട്ടോ ടാക്കോസ് എന്ന് പറയുന്നത്. അതാണിത്. ഇത് പല ടൈപ്പ് ഉണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ബീഫിൻ്റെയും പിന്നെ ഫ്രൈസ് ഉണ്ട്, പിന്നെ അവക്കാഡോ, ഒരു ഉണക്ക മുളക് ഉണ്ട്, നാരങ്ങ ഉണ്ട്. ഇതെല്ലാം കൂടെയാണ് ഇത് കോണ് വെച്ചിട്ടാണ് ആ ഒരു സാധനം ഉണ്ടാക്കുന്നത്. ആ ഒരു ഷീറ്റ് പോലത്തെ അതാണ് സംഭവം. പുള്ളിക്കാരി ഇത് എനിക്ക് വായിലൊക്കെ തരുന്നുണ്ട്. കൊള്ളാം കേട്ടോ, കൊള്ളാം. പിന്നെ ഈ ഒരു ടാക്കോസിന്റെ റേറ്റ് വരുന്നത് $4 ആണ് കേട്ടോ. ഇവിടുത്തെ ഒരു 50 പെസോ. ഇവിടെ പെസോ ആണ്, ഡോളർ അല്ല. ഇനി അങ്ങോട്ട് മൊത്തം പെസോസ് ആണ്. പെസോ. ഫിലിപ്പീൻസ് പോയ സമയത്ത് പെസോ ആയിരുന്നു, അതുപോലെ ഇവിടെ പെസോ. ടാക്കോസ് ഫുഡെല്ലാം കഴിച്ച് ഇതുവഴിയൊക്കെ എന്നെ കറക്കി കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. ഇപ്പൊ സമയം ഒരു 8:45 ആയിട്ടുണ്ട്. കണ്ടോ, കടകളെല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. ഇവിടെ നിന്ന് അത്ര അങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ല ഈ ഒരു ഏരിയയിൽ കേട്ടോ, ഈ റേനോസ എന്ന് പറയുന്നത്. ഇവളും ഞാനും കൂടെ മെക്സിക്കോയിൽ ഒരു ചുവന്ന തെരുവ് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. റെഡ് സ്ട്രീറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ഈ സമയത്ത് അത് മാത്രമേ ഉള്ളൂ എന്നാ പുള്ളിക്കാരി പറഞ്ഞ് കാണാനായിട്ട്. വേറെ എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഭാഷ അറിയില്ലല്ലോ ഇനിയിപ്പോ എന്തൊക്കെ ചോദിക്കാനാ, മനസ്സിലാവൂല്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ. ട്രാൻസ്ലേറ്റ് തന്നെ ഫുൾ ടൈം ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. സ്പാനിഷ് ഇങ്ങനെ ആയാൽ ഞാൻ എന്തായാലും പഠിക്കും. ഇപ്പൊ തന്നെ കുറച്ചൊക്കെ ഞാൻ പഠിച്ചു, ബേസിക് ആയിട്ടുള്ളതൊക്കെ ഞാൻ പഠിച്ചു. ഇവർക്കിത് നോക്കി നടത്താനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ആ ഒരു പുള്ളിക്കാരി പേപ്പറിൽ പേരും ഡീറ്റെയിൽസ് ഒക്കെയാന്ന് തോന്നുന്നു എഴുതിയിട്ട് എന്തോ കാണിച്ചു കൊടുക്കുന്നത്. ഇതുണ്ടോ അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നത്, അതായത് അതിന്റെ ഉള്ളിലാണ് ആൾക്കാർ ഇരിക്കുന്നത്. അതായത് ഈ ഒരു ഏരിയ മൊത്തം ഇങ്ങനത്തെ ആളുകൾ മാത്രമുള്ളതാണ്. ഇപ്പം ഇവിടെ നടക്കുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ആയിരിക്കും. നമുക്കിങ്ങനെ ഇറങ്ങി കാണാൻ പറ്റും. ഓരോ കടേൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. ഇവിടെ കണ്ടോ, ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലാണ് കാണാൻ പറ്റുക. നമുക്ക് ഇവിടെ ഇങ്ങനെ പെൺകുട്ടികൾ ഇരിക്കുന്ന കാണാം. നോക്കേ, ഇവിടെ ആക്ച്വലി നമ്മൾ പൈസ കൊടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ. അതായത് ഈ ഒരു ഏരിയയിലേക്ക് വന്ന് നമ്മൾ കാണണമെങ്കിൽ തന്നെ നമുക്ക് പൈസ കൊടുക്കണം. കണ്ടോ, അപ്പോൾ അവിടെ തന്നെ ആൾക്കാർ ഇരിക്കും. അതിൻ്റെ ഉള്ളിൽ തന്നെ റൂം അങ്ങനെയൊക്കെ ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും. അതായത് നമ്മളിപ്പോൾ ഒരു പാർക്കിലേക്ക് എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീ കൊടുക്കണ്ടേ, അതുപോലെ തന്നെയാണ് ഈ വീടുകളിലേക്ക് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടി വരണമെങ്കിൽ തന്നെ നമുക്ക് പൈസ കൊടുക്കണം കേട്ടോ. ഈ ഒരു വീടുകളൊക്കെ കണ്ടോ, ഇങ്ങനെ ഓരോ റൂം പോലെ കണ്ടോ, ആ റൂമിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാരായിരിക്കും. അപ്പോൾ അത് ഫുള്ളായിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പം അതിങ്ങനെ ക്ലോസ് ആയിട്ട് കിടക്കുന്നത്. അതായത് ഫില്ലായിട്ടില്ലെങ്കിൽ അവർ പുറത്ത് നിൽക്കുന്നുണ്ടാവും. ഇതുണ്ടോ, അവരൊന്നും ആൾക്കാർ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് അവരവിടെ കാണാം. അയ്യോ, അവർ തുണിയൊക്കെ മൊത്തം ഊരിയിട്ട് എക്സ്പോസ് ചെയ്യുന്ന കേട്ടോ. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ കണ്ടോ മൊത്തം ഇങ്ങനെ തുണി ഊരിയിട്ടൊക്കെയാണ് കാണിക്കുന്നത്.
ഇവള് കണ്ടിട്ട് ഞെട്ടി. ഞാൻ കണ്ടിട്ട് ഞെട്ടിയിരിക്കുന്നു. ഇവളെന്തിനാ ഞെട്ടുന്നത്? ഇവളെപ്പോഴും കാണുന്നല്ലേ, ഇവളുടെ നാട്ടിൽ തന്നെ ഉള്ള സംഭവല്ലേ. ശരിയാ, നമ്മളിപ്പോ മുംബൈയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന സമയത്ത് നമുക്കൊരു ഭയങ്കര അത്ഭുതമൊക്കെ ഉണ്ടാവും. കണ്ടോ അവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാര്, പുള്ളിക്കാരി ആരെയോ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് അടി കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരി പിന്നെ ഭയങ്കര സപ്പോർട്ടാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഭാഷ അറിയില്ലെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതൊക്കെ എടുക്കുന്നത് ആരെയും കളിയാക്കാനോ മോശമാക്കാനോ ഒന്നും അല്ല. ഇതെല്ലാ രാജ്യത്തും ഉള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലാണ് അത് ഭയങ്കര സംഭവമായിട്ട് ആളുകളൊക്കെ കാണുന്നതും അതിനെ എടുക്കുന്നതും. അപ്പോൾ അത് അവരുടെ ഒരു ജോബായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ ഞാൻ അവരെ മോശമാക്കാൻ വേണ്ടിയിട്ട് ഒന്നും എടുത്തല്ല. എൻ്റെ യാത്രയിലെ എല്ലാ അനുഭവങ്ങളും ഞാൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതും എടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് വേറെ ഒരു പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമോ കാര്യങ്ങളോ ഇല്ല. ഈ ബിൽഡിങ്ങിലൊക്കെ നോക്കിയേ, ഭയങ്കര പഴയ ബിൽഡിങ്ങാ. എന്താന്നേ മനസ്സിലാവില്ല. ഭയങ്കര പഴയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പഴയത്. നോക്കി ഇവിടെ ലിക്കറിന്റെ ഒക്കെ ഫോട്ടോസ് നമുക്ക് കാണുന്നുണ്ട്. അവരൊക്കെ ഒരു പുള്ളിക്കാരൊക്കെ ഇങ്ങനെ ഫുള്ള് നോക്കി ഇരിക്കുന്നുണ്ട്. എന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വരുന്നത്. ഞാൻ അവരുടെ വീഡിയോ എടുത്തപ്പോ ഗോ തല്ല് കിട്ടും, ഗോ എല്ലാവരും ഫോണിൽ നോക്കിയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു മാറ്റം എനിക്ക് മനസ്സിലാവുന്നത്. നോക്കി എന്തോരം മാറ്റാ. അതായത് പഴയ ബിൽഡിങ്ങുകളും പൊളിയാറായ വീടുകളും അങ്ങനെയൊക്കെ. ഈ കാറിലൊക്കെ അവർക്കുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും ആളുകൾ. അപ്പോൾ കാണാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചു ഇത്രയും നേരത്തെ ഒന്നും കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം 9 മണി ആയിട്ടുള്ളൂ. ഈ 9 മണി നേരത്തൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. കണ്ടോ അവിടെയൊക്കെ റൂമിൻ്റെ ഉള്ളിൽ, അതായത് അവർ നിൽക്കുന്ന തന്നെ റൂമിൻ്റെ അവിടെ തന്നെ ആയിരിക്കും. ഇതെല്ലാം അടച്ചിട്ടേക്കുന്നത് കാണാം. നമുക്ക് പഴയ ബിൽഡിങ്ങുകളാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് വരാൻ ടിക്കറ്റ് എടുക്കണം. നമ്മളിപ്പോൾ കാറിന് എൻട്രി ഫീ എടുത്തിട്ടാണ് വന്നത്. അതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് കേട്ടോ. നമ്മൾ എൻട്രി ഫീ എടുക്കണം ഈ ഏരിയയിലേക്ക് നമുക്ക് വരണമെങ്കിൽ. പാർക്ക് വേണമെങ്കിൽ നമുക്കത് വന്നിട്ട് കാണാം, പെണ്ണായാലും ആണായാലും ഒക്കെ കേട്ടോ. നമുക്ക് വീടുകളൊക്കെ കണ്ടോ, ഭയങ്കര വേറൊരു ലാൻഡ്സ്കേപ്പ്. സ്കൈ ആണെങ്കിൽ നോക്കി ഫുള്ള് ക്ലൗഡ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഈ 9 മണി നേരത്തും. അവിടെ നമ്മൾ തിരിച്ച് ഇനി ഇവളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. വീടോടെ അടുത്ത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇതുപോലത്തെ റെഡ് സ്ട്രീറ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇപ്പോൾ ഞാൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെഡ് സ്ട്രീറ്റ് ആണ് ആംസ്റ്റർഡാമിലുള്ളത്. അപ്പോൾ അവിടെ പോയപ്പോൾ പോലും ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അവിടെ വീഡിയോ എടുക്കാൻ പകലൊക്കെ നമുക്ക് എടുക്കാമായിരുന്നു. നൈറ്റൊക്കെ പോയി എടുക്കുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പകൽ പോലും അവിടെ ഒരുപാടുണ്ട്. അതായത് ചില്ലും കൂട്ടിൽ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടാവും. അതുപോലെ ആൾക്കാരിങ്ങനെ പെൺകുട്ടികൾ നിൽക്കുന്നുണ്ടാവും. അതുപോലും ഞാൻ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ വന്നിട്ടാണ് എടുത്തത്. അവിടെ ഞാൻ ഒരു 6 ദിവസം ഞാൻ ആംസ്റ്റർഡാമിൽ ഉണ്ടായിട്ടും ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയാണ് ഞാൻ അങ്ങനെ എടുത്തത്. അങ്ങനെ അപ്പോൾ എല്ലാ സ്ഥലത്തൊന്നും പോകുമ്പോൾ എടുക്കാറില്ല. ചില സ്ഥലത്ത് പോകുമ്പോഴാണ് ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ എടുക്കാറുള്ളൂ. ഈ കാണുന്ന കണ്ടോ 7-Eleven ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ തായ്ലൻഡിലൊക്കെ 24 hours എപ്പോഴും 7-Eleven കണ്ടുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം ഞാൻ മുക്കിലും മൂലയിലും കാണുന്നുണ്ട് ഈ 7-Eleven കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് തായ്ലൻഡൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തായ്ലൻഡ് ഓർമ്മ വന്നു. കാരണം അവിടെ മൊത്തം 7-Eleven തന്നെ എല്ലാം അവിടെയും ഫുൾ ടൈം അതാണ്. 24 hours നമുക്ക് അവൈലബിൾ ആയിരിക്കും എല്ലാ സാധനങ്ങളും മേടിക്കാൻ. ഇത് അതുപോലെ തന്നെ. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലേക്ക് പോണതിന് മുന്നേ തന്നെ ഇവിടെ ഒരു സ്ഥലത്ത് വന്നേക്കാണ് കേട്ടോ. ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. കുറേ ഫുഡിന്റെ സ്ട്രീറ്റ് ഉണ്ട്. പിന്നെ കുറേ എന്താ പറയാ പാർക്കും പിള്ളേർക്ക് കളിക്കാനുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ഭയങ്കര ചിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എല്ലാവരും കുറേ നാളത്തിന് ശേഷമാണ് എനിക്ക് ആളുകളൊക്കെ എന്നെ നോക്കി ചിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്. യൂറോപ്പിലും US-ലൊക്കെ ആളുകൾ പെട്ടെന്ന് അധികം ചിരിക്കാത്ത ഇവിടെ വന്ന് ചിരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കണ്ടോ ഫുൾ പാർക്കാണ്. പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോ ഏരിയയിലൊക്കെ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ പിള്ളേർക്കുള്ള ഏരിയ ആണ് കേട്ടോ ഈ ഏരിയ മൊത്തം. പിന്നെ ഫുഡിന്റെ സ്ട്രീറ്റ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ എല്ലാം കാണുന്നത്. ഈ കാണുന്ന എന്തോ ഒരു ജ്യൂസാണ് കേട്ടോ. മുന്തിരി ജ്യൂസും മാങ്ങ ജ്യൂസും ലെമൺ ജ്യൂസും അങ്ങനെ എനിക്ക് ഊഹിക്കാം. melón, jamaica, limón. melón, limoica, melón. Jamaica, melón, jamaica y limón. ലിമോൺ. ഇത് ലെമൺ എന്ന് പറഞ്ഞ ലെമൺ ആണെന്നാണ് ഞാൻ ഊഹിക്കുന്നത്. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചോദിക്കട്ടെ. ഓ ഇത് മാത്രം എന്റെ ഊഹ ശരിയായി. ഇത് ലെമൺ ജ്യൂസ് ആണ്. പക്ഷെ ഇത് ചെമ്പരത്തിയാണ് കേട്ടോ. ഒരു വയലറ്റ് പോലെ കളറാണ്. ചെമ്പരത്തിന്റെ ജ്യൂസാണ് ഇത്. എന്താ പറഞ്ഞു, ഒരു ഹണി ഡ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ട്. ആ ഫ്രൂട്ട് എനിക്ക് ഏതാന്ന് തന്നെ അറിയില്ല. ആ ഫ്രൂട്ട് കൊണ്ട് വെച്ചിട്ടുള്ള ജ്യൂസാണ്. അതിനെ ഇവര് മെലൺ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ.
നമുക്ക് വെടി വെച്ചിട്ട് ബിയറിന്റെ ഗ്ലാസ് പൊട്ടിക്കാൻ പറ്റും. അതാണ് ഇവിടെ ഇങ്ങനെ ചിത്രങ്ങൾ ഇങ്ങനെ പിള്ളേർക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ദേ ഇതിൽ കണ്ടോ, ഇവിടെ കളർ ഇങ്ങനെ ഉണ്ട്. ഈ കളർ വെച്ചിട്ട് പിള്ളേർ ഇങ്ങനെ കളർ കൊടുക്കാം. അതിൽ കളർ ചെയ്യാനുള്ള സ്ഥലം കൊടുക്കുന്നുണ്ടോ? ഈ കൊച്ചു കണ്ടോ ഇങ്ങനെ കളർ ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെ പിള്ളേർക്കുള്ള ആക്ടിവിറ്റീസ് ഇവിടെ മൊത്തം. ഇവിടെ നോക്കിയേ എൻ്റെ അമ്മോ, കുറേ വെറൈറ്റി ജ്യൂസുകളാണ് ഈ കാണുന്നത്. ഇത് ഇവിടുത്തെ മെയിനാന്ന് തോന്നുന്നുണ്ട്. എല്ലാം ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ഇറങ്ങി കാറിൽ കയറി ഇവൾ എന്നോട് എന്തൊക്കെയോ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇംഗ്ലീഷ്. എന്റെ അടുത്ത് എന്തൊക്കെയോ ചോദിച്ചു. കാസ ഓക്കെ, സെക്കീത്ത സെർക്കീത്ത കുറച്ചുള്ളൂ തോന്നുന്നു. സെർക്കീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടാണ്. ആക്ച്വലി ഈ പോർച്ചുഗീസും സ്പാനിഷും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ഉണ്ട്. ഹോല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പോർച്ചുഗീസിലും സ്പാനിഷിലും സെയിം ആണ്. കാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോർച്ചുഗീസ് അങ്കോള പോയപ്പോൾ ഞാൻ കുറച്ചിങ്ങനെ ബേസിക് പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അറിയുന്നത്. കാസ എന്ന് പറഞ്ഞാൽ വീടാണ്. അപ്പോൾ സ്പാനിഷിലും അത് തന്നെയാണ് പറയുന്നത്. പിന്നെ അമീഗ, അമീഗോ ആ സെയിം സാധനം, അത് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അത് പോർച്ചുഗീസ് സ്പാനിഷും സെയിമാണ്. കുറേ കാര്യങ്ങൾ സിമിലർ ആണ്. അപ്പോൾ നമ്മളെ തമിഴും മലയാളവും ഉണ്ടല്ലോ, കുറേ വേർഡ്സ് ഒരുപോലെയല്ലേ, അതുപോലെയാണ് ഈ സ്പാനിഷും പോർച്ചുഗീസും കേട്ടോ. അപ്പോൾ പോർച്ചുഗീസ് ഇങ്ങനെ ബേസിക് അറിയുന്നതുകൊണ്ട് മാത്രം ഇവിടെ എനിക്കത് അറിയുന്നു. പിന്നെ കൊമിത എന്ന് പറഞ്ഞ ഫുഡാണ്, അതും ഇവിടെ സെയിം ആണ്. എത്തിയെന്ന് തോന്നുന്നു. അതോ അവിടെ എന്താ നിർത്തിയതെന്ന് എനിക്കറിയില്ല. ഇവൾക്ക് 2 പിള്ളേരുണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഫുഡെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയതാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 30 പെസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $1. പക്ഷെ ഇത് ഡോളറിൻ്റെ ചിത്രമാണല്ലോ ഇട്ടേക്കുന്നത്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതിനി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെസോൻ്റെ അങ്ങനെയാണോ എന്നും എനിക്കല്ല. അങ്ങനെ ആയിരിക്കും, കാരണം അത് 600 ഇട്ടേക്കുന്നത്. 600 പെസോ എന്ന് പറയുമ്പോൾ എന്തായാലും $600 വരില്ലല്ലോ ഫുഡിന്. അപ്പോൾ ആ സിമ്പൽ അത് തന്നെയാണ് കേട്ടോ. എന്തായാലും അത് തന്നെയാണ്. ഡോളറിൻ്റെ പോലത്തെ ആ ഒരു സിമ്പൽ എനിക്ക് കണ്ടപ്പോൾ തോന്നി. $1 എന്ന് പറഞ്ഞാൽ 30 പെസോ ആണ് കേട്ടോ. അപ്പോൾ ഉണ്ടോ, അതാണ് ഓരോത്തിൻ്റെ റേറ്റ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടുത്തെ ഫുഡുകളാണ് ഇതൊക്കെ. എല്ലാം ഇങ്ങനെ ഇവിടുത്തെ ഭാഷയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ എന്താണ് ബൊറിറ്റോസും ബോൺലെസ് എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ എന്താന്ന് മനസ്സിലാകുന്നില്ല. പാപ്പാസ് പ്രെപ്പാദാസ് അറോസ് ദേക്ക് കോൺസ് നഗറ്റ്സ് മാത്രം മനസ്സിലായി. നഗറ്റ്സ് കോൺ പാപ്പാസ് എന്ന് വെച്ചാൽ എന്താ? പാപ്പാസ് preparadas con queso y tocino. എല്ലാം മനസ്സിലായി. എനിക്ക് തോന്നുന്നു സ്പാനിഷ് പഠിക്കാൻ ഭയങ്കര ഈസിയാണെന്ന്. കാരണം എന്തൊക്കെയോ ഒരേപോലെ ഉണ്ട്. അതായത് ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, പോർച്ചുഗീസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. അങ്ങനെ എല്ലാ ഭാഷയും ഇടയ്ക്കിടയ്ക്ക് മിക്സ് ആവുന്നൊരു ഭാഷയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നമ്മളിങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യും. ഓക്കെ, ഗ്രേസിയാസ് ഓക്കെ. ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ, ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ നോക്ക് ബൈക്കും സൗണ്ടും എല്ലാം ഉണ്ട്. ഫുഡൊക്കെ കിട്ടി, നമ്മള് പോട്ടെ. എൻ്റെ അമ്മോ, ഇവിടെ ആൾക്കാരൊക്കെ അടിപൊളി, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അപ്പോൾ കണ്ടോ, ഇവിടെ നമ്മളിങ്ങനെ വന്നിട്ട് അവിടെ മണി അടിക്കാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്ന് ഓർഡർ ചെയ്യാം, എന്നിട്ട് നമുക്ക് പോവാം. അങ്ങനെയാണ്. ഇവിടെ മുക്കിനും മൂലയിലും ഫുള്ള് പാർക്കുകളാണ് കേട്ടോ. ഈ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറയുന്നത് പ്ലാസ എന്നാണ് പറയുന്നത്. അവരെന്താ പ്ലാസ എന്ന് പറയുന്നത്? പകുതി എനിക്ക് ഇവർ പറയുന്നത് ഇങ്ങനെ കാണിച്ചു തരുമ്പോൾ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. വായിക്കാനാണെങ്കിലും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. ഇംഗ്ലീഷ് മിക്സ് പോലെയാണ് അവരുടെ എഴുത്തൊക്കെ. ഞാനിതാ പുള്ളിക്കാരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു കുഞ്ഞു ഡോഗൊക്കെ ഉണ്ട്. നോക്ക്, അത് ഓടിപ്പോകുന്നു. നോക്ക്, 2 ഫ്രണ്ട്. ഓ, എന്നെ കണ്ടിട്ട് എൻ്റെ അമ്മ ഒച്ചുണ്ടാക്കല്ലേ വിടല്ലേ, എനിക്ക് പേടിയാണല്ലോ. നോ, അയ്യോ എനിക്ക് വയ്യ. എന്താണ് പുള്ളിക്കാരിനെ തന്നെ, എന്റെ പുള്ളിക്കാരിനെ തന്നെ കലിപ്പാണല്ലോ. ഇതാണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരിയുടെ വീട്. ഇത് മോനാണ്. ഹായ്, ഹോലാ, ¿cómo estás? അയ്യോ, ഇത് ഞാൻ എന്ത് ചോദിച്ചാലും മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഇത് മോളാണ് കേട്ടോ. ഹായ്, ഹോലാ. പുള്ളിക്കാരുടെ മോളാണിത്. അപ്പൊ അവർക്കുള്ള ഫുഡാണ് നമ്മൾ മേടിച്ചിട്ട് വന്നത്. അവരപ്പതേ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
കുറെ നാളത്തിന് ശേഷമാണ് കേട്ടോ AC ഒക്കെ കാണുന്നത്. സാധാരണ ഹീറ്ററാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവാറ്. ഇവിടെയൊക്കെ ഒരു ചൂടുള്ള ഏരിയ ആണ്. പക്ഷെ നൈറ്റ് അങ്ങനെ ചൂടൊന്നുമില്ല കേട്ടോ, നല്ല തണുത്ത കാറ്റൊക്കെയാണ്. ഞാനിത് അവിടെ കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ബെഡ് മറ്റേ കാറ്റ് നിറച്ചിട്ടുള്ള ബെഡ് ഉണ്ടല്ലോ, അങ്ങനത്തെ ബെഡാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിൻ്റെ മക്കൾക്ക് എന്താ പറയുക 14 10 വയസ്സൊക്കെയാണ്. പുള്ളിക്കാരി ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പ്രായത്തിൽ പുള്ളിക്കാരിക്ക് 2 പിള്ളേർ, അതായത് ഈ പിള്ളേർ അപ്പം ഉണ്ടായി എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. കുറേ നേരം ഞങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ സംസാരിച്ചു. അങ്ങനെ ഞാനിപ്പോഴത്തേ കിടന്നു. അവരൊക്കെ ഉറങ്ങി, അതാ ഞാൻ പയ്യെ സംസാരിക്കുന്നത്. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.